സഞ്ജുവിനെ പുറത്താക്കി വൈഭവനെ ഇറക്കി. എന്താണ് ഇന്ത്യൻ ടീമിന്റെ പ്ലാൻ? ഇതാണ് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറ്റവും വലിയ ചർച്ച. 15 വയസ്സുകാരനായ വൈഭവ് സൂര്യവംശി ഇന്ത്യയ്ക്കായി അരങ്ങേറ്റം കുറിച്ചത് ചരിത്ര നിമിഷമാണ്. അതിൽ ഒരു സംശയവുമില്ല. പക്ഷേ ആ സന്തോഷത്തിനിടയിലും മറ്റൊരു ചോദ്യം ആരാധകരെ അലട്ടുകയാണ്. സഞ്ജു സാംസനെ എന്തിനാണ് പുറത്തിരുത്തിയത്? ഇതാണ് മുൻ ഇന്ത്യൻ താരം സഞ്ജയ് മഞ്ജരേക്കർ പോലും തുറന്നു പറഞ്ഞ ചോദ്യം. സഞ്ജുവിനെ ഡ്രോപ്പ് ചെയ്തോ? നിങ്ങൾ സീരിയസ് ആണോ? പരിക്കാണെങ്കിൽ വേറെ കാര്യം, അല്ലെങ്കിൽ ഇത് ഏറ്റവും വിചിത്രമായ സെലക്ഷൻ തീരുമാനമാണ്. വൈഭവനെ കളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ സഞ്ജുവിനെ 3-ാം നമ്പറിൽ ഇറക്കാമായിരുന്നു. ഇതായിരുന്നു മഞ്ജരേക്കറുടെ പ്രതികരണം. ഇപ്പോൾ ഈ തീരുമാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു കാര്യം വ്യക്തമാക്കണം. ഇത് വൈഭവ് സൂര്യവംശിക്കെതിരായ വിമർശനമല്ല. 15-ാം വയസ്സിൽ ഇന്ത്യൻ ടീമിലെത്തുക എന്നത് അസാധാരണ നേട്ടമാണ്. അവസരം കിട്ടിയപ്പോൾ ആദ്യ പന്ത് മുതൽ ഭയമില്ലാതെ കളിക്കാനും അദ്ദേഹം ശ്രമിച്ചു. 2 സിക്സറുകളും നേടി. ഒടുവിൽ 10 പന്തിൽ 14 റൺസുമായി പുറത്തായെങ്കിലും ആത്മവിശ്വാസം എല്ലാവരും കണ്ടു. പക്ഷെ ചോദ്യം വൈഭവനെ കുറിച്ചല്ല, ചോദ്യം സഞ്ജുവിനെ കുറിച്ചാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന T20 ലോകകപ്പിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിരുന്നു സഞ്ജു. ടൂർണമെന്റിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതിനുശേഷം വെറും 3 മോശം ഇന്നിംഗ്സുകൾ, 5 റൺസ്, 0 റൺസ്, 1 ഇത്രമാത്രം. ഈ 3 ഇന്നിംഗ്സുകൾ മാത്രം നോക്കി ടീമിൽ നിന്ന് ഒഴിവാക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ആരാധകരും മുൻ താരങ്ങളും ചോദിക്കുന്നത്. മുൻ ഇന്ത്യൻ താരം അമ്പാട്ടി റായിഡും ഇതേ അഭിപ്രായമാണ് പങ്കുവച്ചത്. വൈഭവിന്റെ അരങ്ങേറ്റം ആഘോഷിക്കാം, പക്ഷേ വെറും 3 T20 മത്സരങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ ലോകകപ്പ് വിജയത്തിലെ നിർണായക താരമായിരുന്ന സഞ്ജുവിനെ മറക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെയാണ് വലിയ ചർച്ച തുടങ്ങുന്നത്. ഇന്ത്യൻ ടീം ഭാവി നോക്കുകയാണോ, അല്ലെങ്കിൽ നിലവിലെ മികച്ച താരത്തിന് നീതി ലഭിക്കാതെയാണോ തീരുമാനങ്ങൾ വരുന്നത്? വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. പക്ഷെ ഭാവിയെ ഒരുക്കുമ്പോൾ നിലവിലുള്ള താരങ്ങളെ അവഗണിക്കാമോ? അതാണ് ചോദ്യം. കാരണം സഞ്ജു മോശം ഫോമിലായിരുന്നു എന്ന് പറയുമ്പോഴും അതിനു മുമ്പുള്ള അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ മറക്കാൻ കഴിയില്ല. മറ്റൊരു പ്രധാന കാര്യമുണ്ട്. മഞ്ജരേക്കർ പറഞ്ഞതുപോലെ സഞ്ജുവിനെ 3-ാം നമ്പറിലേക്ക് മാറ്റി വൈഭവനെ ഓപ്പണറായി ഇറക്കാമായിരുന്നില്ലേ? അങ്ങനെയെങ്കിൽ രണ്ടുപേരെയും ഒരുമിച്ച് കളിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ സെലക്ഷൻ കമ്മിറ്റിയുടെ ചിന്താഗതിയാണ് ഇപ്പോൾ കൂടുതൽ വിമർശനങ്ങൾ നേരിടുന്നത്. എന്നാൽ മറുവശവും നോക്കണം. സഞ്ജുവിൻ്റെ ഇന്ത്യയ്ക്കുള്ള T20 കരിയറിലെ ഏറ്റവും വലിയ വിമർശനം സ്ഥിരതയില്ലായ്മയാണ്. ഒരു ദിവസം സെഞ്ചുറി, അടുത്ത ദിവസം സിംഗിൾ ഡിജിറ്റ്. ഈ ഉയർച്ചയും താഴ്ചയും വർഷങ്ങളായി തുടരുകയാണ്. അതുകൊണ്ട് ടീം മാനേജ്മെൻറ്റ് കടുത്ത തീരുമാനമെടുത്തതാകാമെന്ന് ചിലർ വിലയിരുത്തുന്നു. പക്ഷേ ഒരു താരത്തെ വിലയിരുത്തുമ്പോൾ 3 ഇന്നിംഗ്സുകൾ മാത്രം മതിയോ? ലോകകപ്പ് വിജയത്തിലെ സംഭാവനയും പരിഗണിക്കേണ്ടതല്ലേ? ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം മുഴുവൻ. ഇതിനിടയിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. വൈഭവ് സൂര്യവംശി പരാജയപ്പെട്ടിട്ടില്ല. അദ്ദേഹം തുടക്കം മാത്രമാണ് കുറിച്ചത്. 15 വയസ്സിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൻ്റെ സമ്മർദ്ദം നേരിടുക എളുപ്പമല്ല. അദ്ദേഹത്തിന് സമയം നൽകണം. അതേസമയം സഞ്ജുവിനും ന്യായമായ അവസരം നൽകണം. കാരണം ഇന്ത്യൻ ടീമിൽ മത്സരം ശക്തമാണ്. പക്ഷേ ആ മത്സരം എല്ലാവർക്കും ഒരേ രീതിയിൽ ബാധകമാകണം, അല്ലെങ്കിൽ ഓരോ സെലക്ഷനും വിവാദമാകും. ഇപ്പോൾ സംഭവിച്ചതും അതുതന്നെയാണ്. സഞ്ജയ് മഞ്ജരേക്കർ ചോദിച്ച ചോദ്യം, അമ്പാട്ടി റായിഡു ഓർമ്മിപ്പിച്ച കാര്യം, ആരാധകരുടെ നിരാശ എല്ലാം ചേർന്നപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ഈ തീരുമാനം വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്, അടുത്ത മത്സരത്തിൽ ഇന്ത്യ എന്തു ചെയ്യും? സഞ്ജു തിരിച്ചെത്തുമോ, അല്ലെങ്കിൽ വൈഭവിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വരാനിരിക്കുന്ന മത്സരങ്ങളിലായിരിക്കും ലഭിക്കുക. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, വൈഭവ് സൂര്യവംശിയുടെ അരങ്ങേറ്റം ഇന്ത്യൻ ക്രിക്കറ്റിന് പുതിയ പ്രതീക്ഷ നൽകിയപ്പോൾ സഞ്ജു സാംസന്റെ ഒഴിവാക്കൽ ഇന്ത്യൻ ടീമിൻ്റെ സെലക്ഷൻ രീതിയെക്കുറിച്ചുള്ള പഴയ ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തിയിരിക്കുകയാണ്.